Hi students, in this section we are going to find out the cyclic subgroups of a cyclic group. ഒരു cyclic ഗ്രൂപ്പിൻ്റെ subgroups കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ള കൺസെപ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഫസ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ്. ഇതൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസ്. Greatest common divisor. Then let R and S be two positive integers. Then greatest common divisor of GCD of R and S equal to D എന്ന് പറഞ്ഞാൽ suppose then GCD of R and S equal to D means D is the largest positive integer that divides each of the integer. We are considering two positive integers R and S. Then the greatest common divisor of R and S equal to D എന്ന് പറഞ്ഞാൽ മീനിങ് ഇതാണ്. D is the largest positive integer that divides each of the integer. രണ്ട് ഇൻറ്റീജറിനെ ഡിവൈഡ് ചെയ്യുന്ന ലാർജസ്റ്റ് പോസിറ്റീവ് ഇൻറ്റീജർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? D ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Find the GCD of 42 and 72. Then 42 and 72 divisors കണ്ടുപിടിക്കാൻ പോണേ. The divisors of 42 are എങ്ങനെ കണ്ടുപിടിക്കാം? 42 നെ എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം അല്ലേ? 42 can be written as 1 into 42, then 2 into 21, then 3 into 14, then 6 into 7. ഇത്രയും റെപ്രസെന്റേഷൻസ് പറ്റും അല്ലേ? അപ്പം the divisors of 42 are ഏതൊക്കെയാ? 1, 2, 3, 6, 7, 14, 21, 42. These are the divisors of 42. Similarly, the divisors of 72 are 72 ന്റെ divisors-നെ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടുപിടിക്കണം. 72 ന്റെ divisors ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. എന്ത് വരും? 72 can be written as 1 into 72 can be written as 1 into 72, 2 into 36, then 3 into 24, 4 into 18, then 6 into 12, finally 8 into 9. ഇത്രയും ടേംസിൽ എഴുതാം. അപ്പം ഡിവൈസസ് ഓഫ് 72 ആർ എന്ത് വരും? 1, 2, 3 ഇതിൽ ഓരോ എലമെന്റ്സ് വരും അല്ലേ? 4, 6, 8, 9, 12, 18, 24, 36, 72 ഓർഡർ നമ്മൾ എഴുതുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 172, 236, 3, 24, 4, 18 എന്ന് പറഞ്ഞ് എഴുതാനും കുഴപ്പമൊന്നുമില്ല. ദെൻ ഡിവൈസസ് കിട്ടി. ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാണെന്ന് നോക്കി. ഏതായാലും 72 ഒന്നും വരില്ലല്ലോ. ദെൻ 21 ഇവിടെ ഇല്ല, 14 രണ്ടിടത്തും ഇല്ല, 7 രണ്ടിടത്തും ഇല്ല. ദെൻ വാട്ട് അബൌട്ട് 6 രണ്ടിടത്തും ഉണ്ട് അല്ലേ? This is the greatest common divisor. രണ്ടിനും കോമൺ ആയിട്ടുള്ള ഡിവൈസേഴ്സിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് വൺ ഏതാ? 6 ആണ്. Therefore, GCD of greatest common divisor of 42 and 72 equal to 6. Greatest common divisor of 42 and 72 equal to 6. Then what is the GCD of 6 and 8? 6 and 8 ന്റെ GCD എന്തുവരും? 6 ന്റെ മൾട്ടിപ്ലൈസ് അല്ലെങ്കിൽ 6 ന്റെ ഡിവൈസസ് ഏതൊക്കെയാണ് വരുന്നത്? 1 into 6 എഴുതാം, then 2 into 3 ഇത്രയും ഓപ്ഷൻസ് ഉള്ളൂ അല്ലേ? then 8 നെ എങ്ങനെ എഴുതാം? 6 ന് കറസ്പോണ്ടിങ് ഉള്ള ഡിവൈസസ് ഇതാണ്. 8 ന് കറസ്പോണ്ടിങ് ഉള്ള ഡിവൈസസ് എന്ത് വരും? 1 into 8, then 2 into 4. വേറെ എന്തെങ്കിലും ഇൻറ്റീജർ മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ ഏതാ? രണ്ടിനും പോസിബിൾ ആയിട്ടുള്ള കോമൺ ഡിവൈസസിന് ഏറ്റവും വലുത് ഏതാ? 2. Therefore, 2 is the greatest common divisor of 2, 6 and 8 equal to 2. ഇനി അതുപോലെ തന്നെ
7 and 12 consider angle. What is the greatest common divisor of GCD of 7 and 12? Then what are the divisors of 7? 7 is a prime number, right? And then its only divisors are 1 and 7. Then 12, the divisors are 1 into 12 and then 2 into 6, 3 into 4. These are the divisors. Then which is the greatest common divisor? 1 is the greatest common divisor. GCD of 7 and 12 equal to 1. Therefore, 7 and 12 is called relatively prime. രണ്ട് എലമെന്റ്സ്, രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എടുത്ത് അതിൻ്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1 ആണ് വരുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ ടു പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആർ റിലേറ്റീവ്ലി പ്രൈം. Two positive integers are relatively prime if greatest common divisor GCD of those two integers is 1. GCD 1 ആണെങ്കിൽ we can say that two integers are relatively prime. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. Then നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ്സ് നമ്മൾ പറഞ്ഞു. ഏതൊരു സൈക്ലിക് ഗ്രൂപ്പിന്റെയും സബ് ഗ്രൂപ്പുകൾ എന്തായിരിക്കും? സൈക്ലിക് ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത് ഇതാണ്. 2-3 റിസൾട്ടുകളാണ്. ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊക്കെ നമുക്ക് ഹയർ ഒത്തിരി കാര്യങ്ങളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഇത് ഒത്തിരി യൂസ് വരുന്നത്. നമുക്ക് ഇത്രയും ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വേണ്ട. അപ്പോൾ നമുക്ക് 2 റിസൾട്ടുകൾ എഴുതി വയ്ക്കാം. The subgroups of Z നമ്മൾ എപ്പോഴും പറഞ്ഞു പോയതാണ്. The subgroups of Z under addition. Z എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. അഡീഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സബ് ഗ്രൂപ്പ്സ് ഏതാ വരുന്നത്? ആർ പ്രിസൈസ്ലി the group NZ where n belongs to Z under addition. അതായത് Z പ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ Z പ്ലസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, ദെൻ Z പ്ലസിന്റെ സബ് ഗ്രൂപ്പ്സ് വരുന്നത് എന്ന് പറയുന്നത് ഏതായിരിക്കും? NZ ആയിരിക്കും. NZ where n belongs to Z. 3Z എന്ന് പറയുന്നത് എന്താ വരുന്നത്? 3Z equal to നമ്മൾ പറഞ്ഞു പോയതാണ് -6 -3 -2 ഇല്ല 0 3യുടെ മൾട്ടിപ്പിൾസ് എല്ലാം വരുന്നത് Z എക്സെട്ര എന്ന് പറഞ്ഞു പോകും. ദെൻ അതുപോലെ തന്നെ 5Z ആണെങ്കിൽ എന്താ വരുന്നത്? 5Z equal to -15 -10 -5 0 5 10 15 എക്സെട്ര എന്ന് പറഞ്ഞു പോകും അല്ലേ. ദെൻ these all are subgroups of Z under addition. ഈ 3Z 5Z ഒക്കെ എന്തായിരിക്കും? ഗ്രൂപ്പ് ആയിരിക്കും അണ്ടർ അഡീഷൻ. നമ്മൾ ചെയ്തിട്ടുള്ള കേസാണ്. അപ്പം ആ ഒരു റിസൾട്ട് ഓർത്ത് വയ്ക്കുക. then ഒരു റിസൾട്ടോട് ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയാനുള്ളത് result 1 then 2 let G be a cyclic group. G എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. let G be a cyclic group with generator A. G യെ ജനറേറ്റ് ചെയ്യുന്ന എലമെന്റ് A ആണ്. with generator A if the order of G is infinite. G യിലെ infinite number of elements ആണെങ്കിൽ then G is isomorphic to Z plus. അതായത് ഇത്രയുള്ള കേസ് നമുക്ക് സൈക്ലിക് ഗ്രൂപ്പ്സ് ഉണ്ട്. അത് ഫൈനൈറ്റ് ആവാം, ഇൻഫൈനൈറ്റ് ആവാം. അപ്പോൾ അതിനെപ്പറ്റി സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ജനറലി ചെയ്യുന്നത്, അതായത് നമുക്കറിയാം Z അണ്ടർ അഡീഷൻ എന്ന് പറയുന്നത് Z പ്ലസ് എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പാണ്. അതിൻ്റെ ജനറേറ്റർ ഏതാ വരുന്നത്? 1 ഈസ് ദ ജനറേറ്റർ അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ ഏതൊരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പിനെ നമുക്ക് ഏതുമായിട്ട് കമ്പയർ ചെയ്യാം? Z പ്ലസുമായിട്ട് കമ്പയർ ചെയ്യാം. ഐസോമോർഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ഒരു മിറർ ഇമേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും Z പ്ലസ് എന്നുള്ളൊരു ഐഡിയ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇഫ് ദ ഓർഡർ ഓഫ് G is finite ആണെങ്കിൽ then G is isomorphic to Zn plus n.
എന്താണെന്ന് അറിയാലോ, Zn under addition reduced modulo n. Then what are the elements of Zn? 0, 1, 2, 3 etc. up to n minus 1. അത് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. ജി എന്ന് പറയുന്നത് സൈക്ലിക് ആണ്. ദെൻ ഇൻഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ അതിന് ഇസഡ് പ്ലസിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടാവുക. ജി ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന് ഏതിൻ്റെ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക? ഇസഡ് എൻ പ്ലസ് എന്നിൻ്റെ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അടുത്തൊരു തിയറമാണ്. നമുക്കതിൻ്റെ പ്രൂഫ് ഒന്നും വേണ്ട, ഒരു തിയറം. Let G be a cyclic group. Let G be a cyclic group with n elements. Order എന്താ വരിക? Order of the group equal to n elements and generated by A. G എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ഉണ്ട്, അത് ഫൈനൈറ്റ് ഓർഡർ ആണ്, അതിൽ n എലമെന്റ്സ് ആണുള്ളത്. ദെൻ ജിയെ ജനറേറ്റ് ചെയ്യുന്ന എലമെന്റ് എ ആണ്. ദെൻ അടുത്തൊരു എലമെന്റ് എടുക്കുകയാണ്. ലെറ്റ് ബി ബിലോങ്സ് ടു ജി. ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ജിയിൽ എടുത്തു കഴിഞ്ഞാൽ ദെൻ ലെറ്റ് ബി ഈക്വൽ ടു ഏത് ഫോമിലായിരിക്കും വരിക? സം എ റൈസ് ടു എസ് എന്നുള്ള ഫോമിലായിരിക്കുമല്ലോ വരുന്നത്. ദെൻ ബി generates a cyclic subgroup. Then B generates a cyclic subgroup H of G containing n by d elements where D is the greatest common divisor of n and s. Okay, in addition to that, also the cyclic group generated by AS equal to cyclic group generated by T if GCD of S and N must be equal to GCD of T and N. Okay, this is the theorem. Let G be a cyclic group. നമുക്കൊരു സൈക്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ട്, അത് ഫൈനൈറ്റ് ഓർഡർ ആണ്, n എലമെന്റ്സ് ആണുള്ളത്. ഇറ്റ് ഇസ് ജനറേറ്റഡ് ബൈ എ, അതായത് ജിയിലെ എല്ലാ എലമെന്റ്സിനെയും എയുടെ ഇന്റഗ്രൽ പവേഴ്സ് ആയിട്ട് നമുക്ക് എഴുതാം. ദെൻ ബി എന്ന് പറയുന്ന ഒരു എലമെന്റിനെ ഞാൻ എടുത്തു, ജിയിലുള്ള വേറൊരു എലമെന്റ് എടുത്തു ബി. ദെൻ ബിയെ നമുക്ക് എങ്ങനെ എഴുതാം? സം ഇന്റഗ്രൽ പവർ ഓഫ് എ എന്ന് എഴുതാമല്ലോ. ദെൻ ബി ജനറേറ്റ് എ സൈക്ലിക് സബ് ഗ്രൂപ്പ് എച്ച് ഓഫ് ജി. ജിയുടെ ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പിനെ ബി ജനറേറ്റ് ചെയ്യും. ദെൻ അതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടാവും? n/d എലമെന്റ്സ് ഉണ്ടാവും. അതായത് ജിയിലെ ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അത് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പുകൾ സൈക്ലിക് സബ് ഗ്രൂപ്പ് ആയിരിക്കും. ദെൻ അതിലെല്ലാം n/d എലമെന്റ്സ് ഉണ്ടാവും. വേർ d ഈക്വൽ ടു GCD ഓഫ് എത്ര എലമെന്റ്സ് ഉണ്ട്? ഓർഡർ ഓഫ് ദി ഗ്രൂപ്പ്, ദാറ്റ് ഈസ് n ആൻഡ് s. s എന്ന് പറഞ്ഞാൽ b ഈക്വൽ ടു a റൈസ് ടു s. എയുടെ ഏത് ഇന്റഗ്രൽ പവർ ആയിട്ടാണോ ബി എഴുതുന്നത് ആ എസും എന്നും തമ്മിലുള്ള GCD എത്ര ആയിരിക്കണം? d ആണെങ്കിൽ ഇങ്ങനെ ഫോം ചെയ്യുന്ന ഗ്രൂപ്പിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? n/d എലമെന്റ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു കണ്ടീഷനോട് പറഞ്ഞിരിക്കുകയാണ്, ജിയിലുള്ള രണ്ട് എലമെന്റ്സ് സെയിം ഗ്രൂപ്പിനെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ട് എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എ റൈസ് ടു എസ് എന്നും സെക്കൻഡ് എലമെന്റ് എ റൈസ് ടു ടി എന്ന് എഴുതാലോ. അങ്ങനെ രണ്ട് ഗ്രൂപ്പുകൾ സബ് ഗ്രൂപ്പുകൾ ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ ഇതാണ്, GCD ഓഫ് എസ് എൻ മസ്റ്റ് ബി ഈക്വൽ ടു GCD ഓഫ് ടി എൻ. GCD ഓഫ് എസ് എന്നും GCD ഓഫ് ടി എന്നും ഈക്വൽ ആണെങ്കിൽ the cyclic group generated by A raised to S and the cyclic group generated by A raised to T are same. Then നമുക്ക് ഇവിടുന്ന് ഒരു റിസൾട്ട് കൂടെ വരുന്നുണ്ട്, ഇതിന്റെ ഒരു കൊറോളറി സബ് റിസൾട്ട് ഈ തിയറത്തിൽ നിന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. if A is a generator, ഈ ഒരു രണ്ട് കൺസെപ്റ്റുകൾ നന്നായിട്ട് തറവാണേ. നമുക്ക് സബ് ഗ്രൂപ്പ് ഡയഗ്രം ഒക്കെ വരയ്ക്കാനുള്ള കേസുകൾ വരുന്നുണ്ട്. എങ്ങനെ വരയ്ക്കാന്നുള്ള കേസ് മനസ്സിലാക്കണമെങ്കിൽ സബ് ഗ്രൂപ്പ് ഏതാണെന്ന് അറിഞ്ഞാലേ വരയ്ക്കാൻ പറ്റുള്ളൂ. if A is a generator of a finite cyclic group G of order n, then the other generators of, അതായത് നമ്മൾ പറഞ്ഞിരിക്കുന്നത് G എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള സൈക്ലിക് ഗ്രൂപ്പ്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഓഫ് ഓർഡർ n ആണ്. ദെൻ അതിന്റെ ജനറേറ്റർ എന്ന് പറയുന്നത് A ആണ്. ദെൻ the other generators of
generators. വേറെ generators ഉണ്ടാവും, ഒരു generator അല്ല പല generators ഉണ്ടാവും. The other generators of G are the elements of the form a raised to r, where r is relatively prime to n. ഓക്കെ, അപ്പം എ എന്ന് പറയുന്നത് ജി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്, ഫൈനൈറ്റ് ഓർഡറാണ്, അതിൽ n എലമെൻറ്റ്സ് ആണ് ഉള്ളത്. ദെൻ അതിൻ്റെ ഒരു ജനറേറ്ററാണ് എ എങ്കിൽ അതിന് വേറെയും ജനറേറ്റേഴ്സ് ഉണ്ടാവും. ദെൻ എ ജനറേറ്റർ ആയ സ്ഥിതിക്ക് ബാക്കി എല്ലാ എലമെൻസിനെ എയുടെ ഇൻറ്റഗ്രൽ പവേഴ്സ് ആയിട്ട് എഴുതാലോ. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു ആർ എന്ന് പറയുന്നത് ആർ ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എ ആർ ടൈംസ് ഓപ്പറേറ്റ് ചെയ്യുന്നു. ആ എലമെന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ജനറേറ്റർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ ഇതാണ്, ആർ ഈസ് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. ദാറ്റ് ഈസ് GCD ഓഫ് ആർ ആൻഡ് എൻ മസ്റ്റ് ബി ഈക്വൽ ടു 1 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം, അതായത് ഓർഡറും ഗ്രൂപ്പിൻ്റെ ഓർഡറും എലമെൻറ്റിൻ്റെ പവറും ഏത് എലമെൻ്റ് ആണോ കൺസിഡർ ചെയ്ത് എ റൈസ് ടു ആർ എന്ന് എഴുതാം. ദെൻ ആ ആറും എന്നും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എ റൈസ് ടു ആർ ഈസ് ഓൾസോ എ ജനറേറ്റർ. അപ്പോൾ ഈ റിസൾട്ടുകളൊന്ന് മനസ്സിൽ വെക്കുക. ഇത് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. Z12ൻ്റെയും Z18ൻ്റെയും സബ് ഗ്രൂപ്പ്സ് കാണാൻ പോവാണ്. Z12 Z18 ക്ലിയർ ആണല്ലോ, നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ എക്സാമ്പിൾ consider Z12 under addition modulo 12, which is a finite cyclic group, എത്ര എലമെന്റ്സ് ഉണ്ട്? 12 എലമെന്റ്സ് ഉണ്ട്, which is a finite cyclic group of order 12. Then what are the generators? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു Zn-ന്റെ ജനറേറ്റേഴ്സ് 1ഉം n-1 ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്ന ജനറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ജനറേറ്റേഴ്സ് ഓഫ് ഓർഡർ 2 ആൻഡ് ഈസ് ജനറേറ്റഡ് ബൈ 1 അല്ലേ. 1 എന്ന് പറയുന്ന എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് തമ്മിൽ 1 + 1 ഈസ് ഈക്വൽ ടു 1, ദെൻ 1 + 1 under addition modulo 2 equal to 2, then 1 + 1 + 1 equal to 3. അപ്പോൾ 1 1 square 1 cube 1 raised to 4 1 raised to 5 അല്ലേ. ഓപ്പറേഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ എലമെന്റ്സ് എല്ലാം കിട്ടില്ല. അതുപോലെ തന്നെ 1 12 ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 1 raised to 12 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. അപ്പോൾ ഈ ഗ്രൂപ്പിലെ എല്ലാ എലമെന്റ്സിനും നമുക്ക് ഏത് വെച്ചിട്ട് ഫോം ചെയ്യാം? 0 വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റും. Therefore it is generated by 1. Okay. Then ഇതിന്റെ ഓർഡർ വരുന്നത് 12 ആണല്ലോ. ഇതിന്റെ ഓർഡർ വരുന്നത് 12 ആണ്. നമ്മൾ ജനറേറ്റർ എടുത്തു 1 എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 1 എന്ന് തന്നെ എഴുതാം. Then 1 equal to 2, that is 1 power 2 equal to 2. Then അതുപോലെ 1 + 12 1 + 1 equal to 3, that is 1 raised to 3 equal to 3 എഴുതാലോ. Then 1 + 4 ടൈംസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ടു 4. ഈ ഒരു ഐഡിയ ക്ലിയർ ആണല്ലോ, ഇത് മനസ്സിലുണ്ടാവണേ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിന് ജനറേറ്റേഴ്സ് ഏതൊക്കെയായിരിക്കും വരുന്നത്? ദ ജനറേറ്റേഴ്സ് ഓഫ് ജി ആർ എലമെന്റ്സ് ഓഫ് ദ ഫോം. നമ്മൾ ലാസ്റ്റ് റിസൾട്ട് പറഞ്ഞ അല്ലേ, ദ ജനറേറ്റേഴ്സ് okay, the generators of G are elements of the form 1 raised to r, where GCD of r and 12 must be equal to 1. Okay, then Z12 elements വരുന്ന ഏതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. 0 1 2 3 4 5 6 7 8 9 10 11. Then ഇതില് GCD of ഏതൊക്കെ ടേംസിന്റെ ആണ് ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസസ് ഓഫ് 12 and that number equal to 1 ആവുന്നേ നോക്കി. Then greatest common divisor of 0 and 12 എന്താ വരുന്നത്? 12 തന്നെ കൺസിഡർ ചെയ്യാം അല്ലേ.
then 1 നമുക്ക് 0 അവിടെ മാറ്റി തരണം, ബാക്കി നമ്പേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. Then GCD of 1 and 12 എന്ത് വരും? It is 1. Then what about 2 and 12? Greatest common divisor of 2 and 12 is 2. Greatest common divisor of 3 and 12. 3 ന്റെ ഡിവൈസസ് ചെയ്ത് 12 ന്റെ ഡിവൈസസ് ചെയ്ത് ഏറ്റവും വലുത് നോക്കുമ്പോൾ 3 കിട്ടും. Then greatest common divisor of 4 and 12 is 4. Then greatest common divisor of 5 and 12 എന്താ വരുന്നത്? 1 ആണല്ലേ. രണ്ടിന് കോമൺ ആയിട്ട് ഡിവൈസസ് ഒന്നും ഇല്ല, 1 മാത്രമാണുള്ളത്. Then that's equal to greatest common divisor of 6 and 12 എന്ത് വരും? It is 6 തന്നെ വരും അല്ലേ. Then what about 7 and 12? 1 only. GCD of 7 and 12. Then that's equal to what is GCD of 8 and 12? 8 ന്റെ ഡിവൈസസ് വരുന്നത് 1 2 4 8 and 12 ന്റെ ഡിവൈസസ് വരുന്നത് 1 2 3 4 6 12. അപ്പം ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ വരുന്നത് ഏതാ? 4 വരുന്നുണ്ടല്ലേ. അപ്പം അതിനെ ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. Then what about 9 3 വരുന്നുണ്ടല്ലേ. Then what about GCD of 10 and 12? It is 2. 10 ന്റെ ഡിവൈസസ് വരുമ്പോൾ 1 2 5 10 വരത്തില്ലേ, അപ്പോൾ 2 വരും. Then what about GCD of 11 and 12? GCD of 11 and 12 is 1. Therefore these elements are, അതായത് 1 5 7 11 are the generators of this group. The numbers ഇവിടുന്ന് എഴുതാവേ, കൺക്ലൂഷൻ എഴുതാം. The numbers relatively prime to n are ഏതൊക്കെയാണ്? prime to n എന്ന് പറഞ്ഞിട്ട് 12 അല്ലേ. are 1 5 7 11. Therefore 1 5 7 11 are the generators of Z12. Therefore നമുക്ക് എന്ത് എഴുതാം? The cyclic group generated by 1 equal to the cyclic group generated by 5 equal to the cyclic group generated by 7 equal to the cyclic group generated by 11 equal to എന്ത് വരും? Z12 തന്നെയാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ എലിമെന്റ്സ് ആയിട്ട് എടുത്ത് നോക്കാവേ. Since what about the GCD of 2 and 12? GCD of 2 and 12 equal to 2 ആണല്ലോ. Then 2 നെ നമുക്ക് 1 raised to 2 എന്നുള്ള ഫോമിൽ എഴുതാം അല്ലേ. GCD of 2 and 12 equal to 2. Therefore എന്ത് വരും? Then the cyclic group, then 2 ഫോം ചെയ്യുന്ന cyclic ഗ്രൂപ്പിനെ പറ്റി പറയാൻ പോകുന്നത്. Then the subgroup generated by 2 contains how many elements? Contains, നമ്മൾ നേരത്തെ റിസൾട്ട് പറഞ്ഞിരുന്നു, n by d elements where d is the greatest common divisor of r and s എന്ന് പറഞ്ഞില്ലായിരുന്നു. സോറി, r and n എന്ന് പറഞ്ഞില്ലായിരുന്നു. സെയിം കേസ് തന്നെ. അപ്പം 2 ന്റെയും 12 ന്റെയും GCD എന്ന് പറയുന്നത് 2 ആണ്. Then 2 ജനറേറ്റ് ചെയ്യുന്ന എലമെന്റ്സ് ഗ്രൂപ്പിൽ, സബ് ഗ്രൂപ്പിൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും? 12 divided by 2, that's equal to 6 elements. 6 elements ഉണ്ടാവും. Then ആ 6 elements എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാവും. Then 2 plus 2 4. 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 4 തന്നെ വരും. 2 plus 2 plus 2 6 വരും. Then 8 10. Then 12 ഇല്ലല്ലോ, 11 12 വരും. 12നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര? That is 0. These are the elements of the group, cyclic group generated by 2. Okay, then ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? cyclic group generated by 3 കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. Since GCD of 3 and 12 എന്ത് വരും? That is equal to 3. Then the subgroup generated by 3 contains how many elements? ഈ 3 വെച്ചിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത് കേട്ടോ. ജനറേറ്റഡ് ബൈ 3 വെച്ചിട്ടല്ല ഡിവൈഡ് ചെയ്യുന്നത്, നമ്മുടെ GCD വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. 12 by 3, that's equal to 4 elements. ഇങ്ങനെയാണെങ്കിൽ the cyclic group generated by 3 equal to എന്ത് വരുമായിരിക്കും പറയാമോ? ഏതൊക്കെ എലമെന്റ്സ് വരും? 3 വരും. 3 2 ടൈംസ് ആഡ് ചെയ്യുമ്പോൾ 3 plus 3 6 വരും. Then 9 വരും. Then വരുന്നത് 12 ആണ്. 12നെ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരുന്നത്? 0. അപ്പോൾ 0 3 6 9. അവിടുത്തെ 3യുടെ മൾട്ടിപ്പിൾസ് എടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതാണ് 3യിൽ വരുന്നത്. ഇനി ഇതേപോലെ തന്നെ സിൻസ് അടുത്തത് 4 കൺസിഡർ അല്ലേ. സിൻസ് GCD of 4 and 12. What is GCD of 4 and 12? That is 4. Then the subgroup
the subgroup generated by 4 contains how many elements? 12 by 4, that's equal to 3 elements. അങ്ങനെയാണെങ്കിൽ the cyclic group generated by 4 equal to എന്ത് വരുമെന്ന് പറയാമോ? 0, 4, 8 elements അല്ലേ വരുന്നത്. Then അടുത്ത എലമെന്റ് വരുന്നത് 5 ആണ്. 5 ഇവിടെ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു പോയി. ഇനി അടുത്ത 6. സിൻസ് GCD of 6 and 12 ഓരോ എലമെന്റ്സ് ആയിട്ട് നോക്കുക. 6 and 12 എന്ത് വരും? That is 6. Therefore the cyclic group, the subgroup generated by cyclic subgroup ആയിരിക്കും. കാരണം ഏതൊരു cyclic ഗ്രൂപ്പിന്റെ subgroup എന്തായിരിക്കും? Cyclic ആയിരിക്കും. The subgroup generated by 6 has how many elements? 12 by GCD, that is 6 equal to 2 elements. Therefore the cyclic group generated by 6 equal to എന്ത് വരും? 0 and 6 അല്ലേ. അടുത്ത എലമെന്റ് വരുമ്പോൾ 12 ആണ് വരുന്നത്. പക്ഷെ 12 എന്തിനോട് ഈക്വൽ ആവും? 0 ഈക്വൽ ആവും അല്ലേ. ദെൻ അടുത്തത് 7 ഇവിടെ നമ്മൾ ഓൾറെഡി കൺസിഡർ ചെയ്തു പോയി. ദെൻ നെക്സ്റ്റ് ഈസ് 8. GCD of 8 and 12. What is GCD of 8 and 12? The greatest common divisor of 8 and 12 വരുന്നത് is equal to 4 വരും അല്ലേ. Therefore the subgroup generated by ഏതാ? 8 contains how many elements? 12 by 4, that's equal to 3 elements. Then cyclic group generated by 8 equal to എന്ത് വരും നോക്കി? ഏതൊക്കെ എലമെന്റ്സ് വരുന്നത്? 0 വരും, 8 വരും. Then next is 16 ആണ് വരിക. 16 എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വരും? 16നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 4 വരും അല്ലേ. അപ്പോൾ അടുത്ത എലമെന്റ് വരുന്നത് 4, 8. ദെൻ അടുത്ത എലമെന്റ് വരുന്നത് 16 + 6 8 ചെയ്യുമ്പോൾ 24 വരും. 24നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 അല്ലേ. ഡിവൈസസ് ഒന്നും വരുന്നില്ല, പ്രോപ്പർ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം ഏത് എലമെന്റ് നോക്കിയാലും ഈ 3 ഡിവൈസസ് ഏതെങ്കിലും പോസിബിൾ ആയിട്ടുള്ളൂ കേട്ടോ, വേറെ ഡിവൈസസ് ഒന്നും വരത്തില്ല. അപ്പം ദ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 8 ഈക്വൽ ടു 0, 8, 4. ദെൻ ഇനി അടുത്ത ഇതുപോലെ തന്നെ കണ്ടീഷൻസ് എഴുതണേ. ഞാൻ GCD of 9 and 12 കൺസിഡർ ചെയ്യണം. എന്ത് വരും? ദറ്റ് ഇസ് 3. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. നമ്പർ ഓഫ് എലമെന്റ്സ് ഈക്വൽ ടു എത്ര നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാവും? ദാറ്റ്സ് ഈക്വൽ ടു 12 by 3 ഈക്വൽ ടു 4 elements. Then what are the elements? നമ്മൾ സെക്കൻഡ് ഒരു റിസൾട്ട് പറഞ്ഞായിരുന്നു. The cyclic group generated by a raised to r equal to the cyclic group generated by a raised to s. എപ്പോഴാ? GCD of Rn and GCD of Sn are same. നോക്കിയേ, നേരത്തെ നമ്മുടെ GCD of 3 and 12 is equal to 3 കിട്ടിയാണല്ലേ. ഇവിടെ 3 കിട്ടി. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 3ഉം സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 9ഉം എന്തായിരിക്കും? സെയിം ആയിരിക്കും. GCD ഏതൊക്കെ എലമെന്റ്സിന്റെ ആണോ സെയിം ആയിട്ട് വരുന്നത് ആ രണ്ട് എലമെന്റ്സും ഫോം ചെയ്യുന്ന ഗ്രൂപ്പുകൾ സെയിം ആയിരിക്കും. അപ്പം ഇവിടെ വരുന്ന എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 0 വരും, ദെൻ 9 വരും. 9 + 9 18 ആണ് വരുന്നത്. 18നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 6 വരും. അപ്പോൾ 6 വരണം. ദെൻ 9 ഉണ്ട്. പിന്നെ 18 + 9 ചെയ്യുമ്പോഴത്തേക്കും 27. 27നെ 12 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 24 + 3 വരും. അപ്പോൾ 3 വരും. ദെൻ പിന്നെ ഏത് എലമെന്റ്സ് കൺസിഡർ ചെയ്താലും ഇത്ര എലമെന്റ്സ് മാത്രമേ അതിനകത്ത് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഈ രണ്ട് ഗ്രൂപ്പുകളും സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? GCD ഈക്വൽ ആയിട്ട് വരുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഒരു കേസ് കൂടെ ഉണ്ടല്ലോ. 9 കൺസിഡർ ചെയ്ത് നെക്സ്റ്റ് ഈസ് 10. GCD of 10, 12 എന്ത് വരും? 10, 12ന്റെ ഗ്രേറ്റസ്റ്റ് കോമൺ ഡിവൈസർ എന്ന് പറഞ്ഞാൽ 2 വരും അല്ലേ. ഏത് കേസാണ്? ഈ കേസ് വരും അല്ലേ. ദെൻ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ത് വരും? നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത് 12 by 2, that's equal to 6 വരും. Then the group generated by 10 equal to എന്തിനോട് ഈക്വൽ ആയിരിക്കും? സെയിം ഇതിനോട് തന്നെ ഈക്വൽ ആയിരിക്കും കേട്ടോ. 0, 2, 4, 6, 8, 10. These are the subgroups of Z12 under addition modulo 12. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജനറൽ ആയിട്ട് എടുത്ത് എഴുതി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കിട്ടിയ ഈ നോട്ട്സിൽ നിന്ന് നമുക്ക് സബ്ഗ്രൂപ്പ്സ് എല്ലാം കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? The cyclic group generated by 1 equal to 5 equal to 7 equal to 11 equal to എന്തിനോട് ഈക്വൽ ആണ്? Z12നോട് ഈക്വൽ ആണ്. ദെൻ അടുത്ത ഗ്രൂപ്പ് കിട്ടിയിരിക്കുന്നത്
cyclic group generated by 2 must be equal to എന്തിനോട് equal ആ the cyclic group generated by 10 that's equal to നമുക്ക് കിട്ടിയ എലമെന്റ്സ് ഏതൊക്കെ വരുന്നത് നോക്കി 2 0 2 4 6 8 10 okay then അടുത്ത cyclic group generated by 3 അത് എന്തിനോട് equal ആണെന്ന് കിട്ടിയായിരുന്നു 9 നോട് equal ആണെന്ന് കിട്ടിയത് അല്ലേ 9 equal to 0 3 6 9 then അടുത്ത cyclic group generated by 4 cyclic group generated by 4 ലെ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളേ 0 4 8 അത് എന്തിനോട് ഈക്വൽ ആയിരുന്നു നമ്മുടെ 8 നോട് ഈക്വൽ ആയിരുന്നു അല്ലേ 8 നോട് ഈക്വൽ ആയിരുന്നു ദാറ്റ്സ് ഈക്വൽ ടു 0 4 8 then വേറെ ടൈം കൂടെ ഉള്ളോ cyclic group generated by 6 equal to 0 6 these are the subgroups of Z12 under addition modulo 12 okay then ഇതിന്റെ സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ എങ്ങനെ വരയ്ക്കും സബ് ഗ്രൂപ്പ് ഡയഗ്രാം മാത്രമായിട്ട് ചോദിക്കാം കേട്ടോ സബ് ഗ്രൂപ്പ് ഡയഗ്രാം മാത്രമായിട്ട് ചോദിക്കണമെങ്കിൽ ഇതൊക്കെ അറിയാതെ സബ് ഗ്രൂപ്പ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റത്തില്ലോ അല്ലെ കാണാൻ വെച്ചിട്ട് പോവാം സബ് ഗ്രൂപ്പ് ഡയഗ്രത്തിന് ടോപ്പിൽ വരേണ്ടത് ഗ്രൂപ്പ് അല്ലേ തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഏതാണോ അത് തന്നെയാണ് ടോപ്പിൽ വരുന്നത് ഏറ്റവും വലിയ ഗ്രൂപ്പ് ഏതാണോ അതിനെ ടോപ്പിൽ എഴുതി അടുത്ത് വരുന്നത് നോക്കി ഇത് ഈക്വൽ ആണ് അപ്പൊ ആ എല്ലാ കേസും എഴുതാം നമുക്ക് ഇത്രയും കേസുകൾ മാത്രം കൺസിഡർ ചെയ്താൽ മതിയേ ദെൻ ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ടല്ലോ ഏതാ സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ ഇ നമ്മുടെ ട്രിവിയൽ ഗ്രൂപ്പ് കൂടെ ഉണ്ട് കേട്ടോ അത് വിട്ടുപോലെ ദെൻ നോക്കി 2 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പും ഉണ്ട് 3 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പും ഉണ്ട് രണ്ട് ഗ്രൂപ്പ് ഞാൻ എഴുതാണേ 2 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പും 3 ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പും രണ്ടിനും കോമൺ ആയിട്ട് എലമെന്റ്സ് ഉണ്ടോ 0 മാത്രമേ അല്ലേ അപ്പൊ ഇത് രണ്ടും ഇതിന്റെ സബ് ഗ്രൂപ്പ്സ് ആണല്ലോ ഓക്കെ ഇപ്പോൾ സബ് ഗ്രൂപ്പ്സിനെ കണക്ട് ചെയ്തു ദെൻ അടുത്തത് 4 വരുന്നുണ്ട് 4 എന്ന് പറയുന്നത് നോക്കി ആക്ച്വലി എന്തിന്റെ സബ്സെറ്റാ 2ന്റെ സബ്സെറ്റ് ആണ് അല്ലേ അപ്പൊ ഞാനിവിടെ 4 എഴുതി കഴിഞ്ഞാൽ എന്ത് വരും 4 വരും അതുപോലെ തന്നെ 6 വരും അല്ലേ 4ഉം 6ഉം നമുക്ക് എഴുതാം 4 6 എഴുതി കഴിഞ്ഞാൽ 4 ഈസ് ആക്ച്വലി എ സബ്സെറ്റ് ഓഫ് 2 ആണ് 2ന്റെ സബ്സെറ്റ് ആണ് അതുപോലെ തന്നെ നമ്മുടെ 6 എന്ന് പറയുന്ന സബ്സെറ്റ് 3യുടെ സബ്സെറ്റ് ആണ് സബ് ഗ്രൂപ്പ് ആണ് അതുപോലെ തന്നെ ഈ 2ന്റെ സബ് ഗ്രൂപ്പ് അല്ലേ നോക്കി 2ന്റെ സബ്സെറ്റ് അല്ലേ വരുന്നത് അപ്പം ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യാലോ ഓക്കെ ദെൻ ഇതിന്റെ എല്ലാം കോമൺ ആയിട്ട് വരുന്ന സബ് ഗ്രൂപ്പ് ഏതാണുള്ളത് ദാറ്റ് ഈസ് ഇ ദിസ് ഈസ് ദ സബ് ഗ്രൂപ്പ് ഡയഗ്രാം ഫോർ Z12 Z12 എഴുതി ദെൻ ഓരോ ഗ്രൂപ്പ് വീതം നോക്കുക ഏതിന്റെ സബ്സെറ്റ് ആണെന്നുള്ള കണ്ടീഷൻ എടുത്തു പോവുക ദെൻ നമുക്ക് സബ് ഗ്രൂപ്പ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഇതുപോലെ തന്നെ Z18 അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു